KB ഗണേഷ് കുമാർ, ഞങ്ങളെല്ലാം ഗണേശൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് പറയണം. കാരണം അതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. നമുക്കറിയാം, പല മന്ത്രിമാരും, നേരത്തെയുള്ള പല മന്ത്രിമാരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അവർ തോറ്റുപോയ ചരിത്രമേ ഉള്ളൂ. പരസ്യമായിട്ട് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നന്നാവത്തില്ല, ഒരിക്കലും നമുക്ക് ലാഭത്തിലേക്കോ അല്ലെങ്കിൽ നല്ലതിലേക്കോ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു മേഖലയാണ്, ഒരു വകുപ്പാണ് എന്ന് പറഞ്ഞ് പലരും കൈയൊഴിയുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ ആദ്യം ശ്രീ ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ ശരിക്കും ഒരു MLA ആകാൻ വേണ്ടി, സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി കൊട്ടാരക്കരയിൽ നിന്ന് തിരിച്ച് പകുതി വഴി വെച്ച് മന്ത്രിയാകുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ടാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുന്നത്. ആ ടേം തന്നെ അദ്ദേഹം തൻ്റെ വിഷനും തൻ്റെ ഇച്ഛാശക്തിയുമൊക്കെ ഉപയോഗിച്ച് വലിയൊരു മാറ്റം ആ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ ഞാനൊരു ദിവസം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത്, ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഗണേശനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണല്ലോ, ഇതെങ്ങനെയാണ് സാധിച്ചെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സത്യസന്ധമായി എൻ്റെ അടുത്ത് പറഞ്ഞു. ചിലപ്പോൾ എൻ്റെ അടുത്ത് ആയതുകൊണ്ടായിരിക്കും അത്രയും സത്യസന്ധമായിട്ട് പറയുന്നു, എൻ്റെ കഴിവല്ല, എൻ്റെ കൂടെ നിന്ന ഓഫീസർമാരെ കഴിവാണ്, എനിക്ക് നല്ല ഓഫീസർമാരെ കിട്ടിയതാണ് എൻ്റെ മഹാഭാഗ്യം എന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന്, എന്തും കാര്യങ്ങളും വെട്ടിത്തുറന്നതിന്, നല്ലതും ചീത്തയും എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നും മനസ്സിൽ വെച്ചേക്കത്തില്ല. എന്നാൽ ഇപ്പോൾ ആ പുസ്തകം എടുത്തു തന്നു, വളരെ വ്യക്തമായ സത്യസന്ധമായ കണക്കാണ് എങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ട് വകുപ്പിനെ ഇത്രയും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും നല്ല ഒരു ഉന്നമനത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ കഥ അദ്ദേഹം പറഞ്ഞു. പണ്ടത്തെ പോലെയല്ല, പണ്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മന്ത്രിയായത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കലാകാരന്മാർ, സിനിമാക്കാരെല്ലാവരും കൂടെ അദ്ദേഹത്തിന് ഒരു സ്വീകരണം എറണാകുളത്ത് വെച്ച് നടത്തുകയുണ്ടായി. അപ്പോൾ എല്ലാവരും ഗണേശ, ഗണേശ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇനി എന്ത് വിളിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ അവിടെ നിന്ന് കറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാറേ എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടുമോ, ബഹുമാനപ്പെട്ട ഗണേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും അദ്ദേഹം മൈക്കിൽ കൂടെ പറഞ്ഞു, ഞാൻ പഴയ ഗണേശൻ തന്നെയാണ്, നിങ്ങളെല്ലാവരും എന്നെ ഗണേശ എന്ന് വിളിച്ചാൽ മതി, കാര്യം ഇതെൻ്റെ കുടുംബമാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പച്ചയായ മനുഷ്യനാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഇത്രയും ഗംഭീരമായിട്ട്, കാര്യം ഒരു ഭരണാധികാരി, ഒരു നേതാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമെടുക്കുന്ന തീരുമാനം ശരിയായിരിക്കണം, അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയുള്ള ഇച്ഛാശക്തിയും വേണം. ഇത് രണ്ടും ഒന്നിച്ചു വരുമ്പോഴാണ് ഒരു നേതാവാവുന്നതും മന്ത്രിയാവുന്നതും. ഇത് രണ്ടും നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരുപാട് ഭാഗ്യവും കൂടെ തുണച്ചപ്പോൾ നമ്മുടെ KSRTCൻ്റെ ഒരു മുഖച്ഛായ തന്നെ അദ്ദേഹത്തിന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.